ശ്രീ എസ് കെ സജീഷ്, ഇവിടെ ഇപ്പോൾ വോട്ട് ചേർത്തു, മറ്റു മണ്ഡലങ്ങളിലുള്ള ആളുകളുടെ വോട്ട് ചേർത്തു എന്ന് മാത്രമല്ല വ്യാജ മേൽവിലാസത്തിലാണ് ചേർത്തിരിക്കുന്നത്. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയകുമാർ ശാസ്തമംഗലം കാരനാണ്. അദ്ദേഹത്തിന് ശാസ്തമംഗലത്താണ് യഥാർത്ഥത്തിലുള്ള വോട്ട്. അദ്ദേഹം ഈ തൃശ്ശൂർ മണ്ഡലത്തിൽ വോട്ട് ചേർത്തത് പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെന്റ് 4C ഈ ഫ്ളാറ്റിന്റെ അഡ്രസ്സിലാണ്. ആ ഫ്ളാറ്റിൽ താമസിക്കുന്ന ആർക്കും ഇങ്ങനെ ഒരാളെ അറിയില്ല, കാരണം അങ്ങനെ അവിടെ താമസിച്ചിട്ടില്ല. ആ ഫ്ളാറ്റിന്റെ അടുത്തൂടെ എപ്പോഴെങ്കിലും പോയിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷേ ഈ അഡ്രസ്സിലാണ് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ തന്നെ വോട്ട് ചേർത്തിരിക്കുന്നത്. ഇങ്ങനെ അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റിൽ അല്ലെങ്കിൽ ഫ്ളാറ്റ് ഉടമകൾ അറിയാതെ ആ ഫ്ളാറ്റിന്റെ പേരിൽ ഒക്കെ നിരവധി വോട്ടുകൾ ചേർത്തിട്ടുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ കേരളത്തിലും ഇങ്ങനെയൊക്കെ നടക്കും എന്ന് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. അഭിലാഷ്, ഇത് അങ്ങേയറ്റം ആശങ്കാജനകമായ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിക്കപ്പെടുന്നത്. ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണമായും അട്ടിമറിക്കാനാണ് BJPയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ പോലും സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിനെ മറികടക്കാൻ വേണ്ടി നിയമനിർമ്മാണം നടത്തി അമിത്ഷയും മോഡിയും കൂടി തീരുമാനിക്കുന്നയാളായിരിക്കണം ഇന്ത്യൻ ഇലക്ഷൻ കമ്മീഷൻ എന്നുള്ള നിലയിലേക്ക് വന്നു. ഇലക്ഷൻ കമ്മീഷൻ പോലും ഇവരുടെ തെറ്റായ വർഗീയ പ്രചരണത്തിനും ഇത്തരം പ്രവർത്തനങ്ങൾക്കുമെല്ലാം എതിരായ നിലപാട് നേരത്തെ സ്വീകരിച്ചപ്പോൾ അവരെയൊക്കെ യഥാർത്ഥത്തിൽ നാട് കടത്തപ്പെടുകയായിരുന്നു എന്നുള്ളത് നമ്മുടെ മുന്നിൽ അനുഭവമുണ്ട്. ഇന്ത്യയിൽ പോലും നിൽക്കാൻ കഴിയാതെ അന്വേഷണ ഏജൻസികൾ ഉപയോഗിച്ച് നാട് കടത്തപ്പെട്ട അനുഭവം പോലും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ നാം കാണേണ്ടത്, ഇവിടെ നമുക്ക് പേര് പരാമർശിക്കാൻ വേണ്ടി കഴിയുന്നത് ഇവർ പ്രമുഖരായതുകൊണ്ടാണ്. അല്ലാത്ത ഒരുപാട് പേരുണ്ടാകും. ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഏതാണ്ട് 1300ഓളം ബൂത്തുകളുണ്ടാകും. ഒരു ബൂത്തിൽ 10ഓ 50ഓ വോട്ടുകൾ ഇങ്ങനെ ചേർത്താൽ ഈ പറഞ്ഞ വിജയമെല്ലാം നിസ്സാരമായൊരു കാര്യമാണ്. നേരത്തെ BJPയുടെ നേതാക്കന്മാരൊക്കെ സംസാരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഫ്ലാറ്റിൽ 10 വോട്ട് എന്നുള്ളതല്ല പ്രശ്നം. ഒരു ഫ്ലാറ്റിൽ 10 വോട്ടായിരിക്കും. അതുപോലെയുള്ള നിരവധിയായ ഫ്ലാറ്റുകൾ, ആ ഫ്ലാറ്റുകൾ നിലനിൽക്കുന്ന ബൂത്തുകൾ, ഇങ്ങനെയുള്ള ഏതാണ്ട് 1200 1300ഓളം വരുന്ന ബൂത്തുകൾ, ഇതിലെല്ലാം വരുന്ന വോട്ടുകൾ കണക്കുകൂട്ടി നോക്കുമ്പോൾ അത് ഭീകരമായ വോട്ടിലേക്ക് വരും. അതായത് ജയിക്കാനും പിടിച്ചെടുക്കാനും എല്ലാം കഴിയുന്ന രീതിയിലേക്ക് വരും. അതുകൊണ്ട് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ തെറ്റായ മേൽവിലാസത്തിൽ ആളുകളെ വോട്ടർ പട്ടികയിലേക്ക് ചേർക്കുകയാണ് ചെയ്തത് എന്നതിൻ്റെ തെളിവാണ് ഇവിടെ പുറത്തേക്ക് വരുന്നത്. ഇവിടെ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച സുരേഷ് ഗോപിയുടെ ഡ്രൈവർ അജയകുമാർ വോട്ട് ചേർത്ത പൂങ്കുന്നം ക്യാപിറ്റൽ വില്ലേജ് എന്ന് പറയുന്ന ഫ്ലാറ്റ്, ആ ഫ്ലാറ്റിലെ താമസക്കാരി പ്രസന്ന അശോകൻ, അവർ മാത്രമാണ് ആ വിലാസത്തിലുള്ളത്. ആ വിലാസത്തിൽ അവർ മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഫ്ലാറ്റിൽ 10 വോട്ടർമാർ നിൽക്കുകയാണ്. ഈ 10 വോട്ടർമാരിൽ പുതുതായി ചേർക്കപ്പെടുന്നു ഒരു ഫ്ലാറ്റിനകത്ത്. ആ ഫ്ലാറ്റിൽ അവിടെ താമസിക്കുന്ന ആൾ പോലും അതറിയുന്നില്ല എന്നുള്ളതാണ്. ഇത് അങ്ങേയറ്റത്തെ ഗൗരവകരമായ വിഷയമാണ്. ഇവിടെ BJPയുടെ പ്രതിനിധി ശ്യാംരാജ് ഇവിടെ പറയുന്നത് ആളുകൾ ഇവിടെ 6 മാസത്തിലധികം വന്ന് താമസിച്ചു, അതുകൊണ്ട് അവർക്ക് വോട്ടുണ്ടായി എന്നാണ്. 6 മാസത്തിലധികം അവർ താമസിച്ചില്ല എന്ന് മാത്രമല്ല, ഇവിടെ പലർക്കും, നമുക്ക് പ്രമുഖരായി പോലും കണ്ടെത്താൻ കഴിയുന്ന ആളുകൾക്ക് പോലും വോട്ട് വ്യാജ വിലാസത്തിൽ പോലും ഉണ്ടായിരിക്കുന്നു എന്നത് അങ്ങേയറ്റം അപകടകരമാണ്. അങ്ങേയറ്റം നാം ഈ വിഷയത്തെ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇവിടെ സുരേഷ് ഗോപിക്ക് വോട്ട് ഇവിടെയുമുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരന് വോട്ടുണ്ട്, കുടുംബത്തിന് വോട്ടുണ്ട്, ഡ്രൈവർക്ക് വോട്ടുണ്ട്, അനുയായികൾക്ക് വോട്ടുണ്ട്. അങ്ങനെ പലർക്കുമായി നമുക്കറിയാവുന്ന പ്രമുഖർക്ക് വോട്ടുണ്ട്. ഇവരെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ വോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് എവിടെയാണ്? അത് തിരുവനന്തപുരത്തും കൊല്ലത്തും ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെയാണ്. അവിടെ വോട്ടുണ്ട്. അപ്പോൾ ഇവരെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് വളരെ സ്പഷ്ടമാണ്. ഇവിടെ അവർ കാറ്റഗറിയായി തിരിച്ചിരിക്കുന്ന മണ്ഡലങ്ങളിൽ ബൾക്കായി ഈ പറഞ്ഞ ഓരോ ബൂത്തിലും അവർക്ക് മെജോറിറ്റി കിട്ടാൻ കഴിയുന്ന രീതിയിൽ വോട്ടുകൾ കൂട്ടിച്ചേർത്തു എന്നതാണ് ചെയ്തിരിക്കുന്നത്. ഇത് അങ്ങേയറ്റം അപകടമാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യം അപകടത്തിലാണ്. കേരളം വലിയ മാതൃകയായി രാജ്യത്തിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. ജനാധിപത്യത്തിൻ്റെ കാര്യത്തിലായാലും മതനിരപേക്ഷതയുടെ കാര്യത്തിലായാലും എല്ലാം. ഇവിടെ ഈ അപകടം വരാതെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. ആസാമിലെ പോലെ ആദ്യം വീട് പൊളിച്ചു കളയുക, ആ വീട് പൊളിച്ചു കളഞ്ഞ് പിന്നെ അവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി കളയുക എന്ന രീതി രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട വിഷയം പാർലമെൻറ്റിനെ തന്നെ കുലുക്കി മറക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഇത്തരം വെളിപ്പെടുത്തലുകൾ രാജ്യവ്യാപകമായി ഉണ്ടായി എന്ന് നമ്മൾ കാണുകയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ മലയാളികളും ഇന്ത്യൻ ജനാധിപത്യത്തിന് കാവൽ നിൽക്കേണ്ടിയിരിക്കുന്നു. ജനാധിപത്യം ഇല്ലാതാക്കാൻ, മതനിരപേക്ഷത ഇല്ലാതാക്കാൻ, ഇതിൻ്റെയെല്ലാം കാവലായി നിൽക്കുന്ന ഇന്ത്യൻ ഭരണഘടനയെ
അസ്ഥിരമാക്കാനാണ് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഗൗരവത്തോടു കൂടി കാണണം. നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് അടുത്ത തലമുറയ്ക്ക് ഈ ജനാധിപത്യം നൽകുക എന്നത്. ഈ ഫാസിസ്റ്റ് അജണ്ടയുമായി പരീക്ഷണങ്ങളാണ് ഓരോന്നും. ഈ പരീക്ഷണം ഗുജറാത്തിലൊരു പരീക്ഷണമാണെങ്കിൽ ഈ പറഞ്ഞ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് മറ്റൊരു പരീക്ഷണമാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള, ഏകാധിപത്യത്തിലേക്ക്, ഫാസിസത്തിലേക്ക് പോകാനുള്ള പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇതൊക്കെ. അപ്പോൾ ഈ പരീക്ഷണത്തിന് നിന്നുകൊടുക്കാതെ നമ്മൾ അടുത്ത തലമുറയ്ക്ക് കാവലായി ജനാധിപത്യത്തെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ആ ഉത്തരവാദിത്വം എല്ലാവരും നിർവഹിച്ചാൽ മാത്രമേ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയൂ. ശരി.